സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സർ, ശബരിമല ഒരു നീണ്ട കാലം ശബരിമലയിലെ വാർത്തകൾ കൈകാര്യം ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ശബരിമലയിലെ ഓരോ സ്പന്ദനങ്ങളും താങ്കൾക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ സമയത്തൊക്കെ സാർ നിരവധി വിഷയങ്ങൾ സാറുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഭഗവാനോട് കാണിക്കാമോ എന്നൊരു തോന്നൽ അന്ന് സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായതുപോലെ തന്നെ തോന്നുകയാണ്. കാര്യം ഭഗവാന് വേണ്ടി അവിടെ നിവേദ്യത്തിന് അർപ്പിക്കുന്ന നെയ്യിൽ മിൽമ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം, അതിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദം കാട്ടിയ വൻ ക്രമക്കേടിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സർ, എന്താണ് സാർ ഈ ശബരിമലയിലെ ഈ ഉണ്ടായിരിക്കുന്ന ക്രമക്കേടിനെ സംബന്ധിച്ച് താങ്കളുടെ അറിവിൽ ഇതിനു മുമ്പ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് സാർ ഇത്, എന്താണ് സാറിന് ഇതിൽ തോന്നുന്നത്? എനിക്ക് അത് അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശ്രീകോവിലുള്ള ഉണ്ടായിരുന്ന വസ്തുക്കൾ വരെ തിരുമുഖത്തും പിന്നെ ഭാദ്രമേനിയും ബാക്കിയുള്ളൂ, പ്രതിഷ്ഠ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന രുദ്രാക്ഷവും അയ്യപ്പസ്വാമിയുടെ യോഗദണ്ഡം വരെ അടിച്ച് പിന്നെ അത് പുതുക്കി പണിഞ്ഞെന്നാണ് പറയുന്നത്. പുതുക്കി എന്താ കൊണ്ട് വെച്ചേക്കണമെന്ന് അറിയത്തില്ല. അപ്പൊ അത് ശ്രീകോവിലിന്റെ മറ്റു കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അവിടുത്തെ സ്വർണ്ണപ്പാളികളെല്ലാം ഇളക്കിക്കൊണ്ട് പോയിരിക്കുകയാണ്. ഇനി അതിന്റെ മേൽക്കൂര ബാക്കിയുണ്ട്. മേൽക്കൂരയിലും സ്വർണ്ണമുണ്ട്. 10-30 കിലോ സ്വർണം അന്ന് വിജയമല്ലി എന്ന് പറയുന്ന വ്യവസായി കൊടുത്തതാണ്. അതുപോലും അടിച്ചുകൊണ്ട് പോകാൻ ധൈര്യപ്പെടുന്ന ആളുകളാണ്. എന്നാലോചിച്ച് നോക്കുക, ആധ്യാത്മിക രംഗത്തും അല്ലെങ്കിൽ ഭരണരംഗത്തും ഉള്ള ആളുകളെല്ലാവരും ഇതിനൊക്കെ കൂട്ടു നിൽക്കുകയുമാണ്. അവരൊക്കെയാണ് ഇപ്പൊ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ വരെ മോഷ്ടിക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്തുക്കൾ വരെ കവരാൻ തയ്യാറായി നടക്കുന്ന മനസ്ഥിതിയുള്ള കുറച്ച് ആളുകളാണ്. ഇപ്പൊ അവര് ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത് ഭക്തരോടാണ് ചെയ്തിരിക്കുന്നത്. ഭക്തരോട് ചെയ്തിരിക്കുന്ന വലിയ ചതി, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരോട് ചെയ്തിരിക്കുന്ന ചതിയാണ്. നമ്മള് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വാങ്ങിച്ച് കഴിച്ച അവിടുത്തെ അപ്പവും അരവണയും, അതാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ വഴിപാടുകൾ. ഈ വചനകത്തില് എന്ത് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്? നെയ്യെന്ന് പറയുന്ന വസ്തു, നെയ്യാണല്ലോ അവിടുത്തെ പ്രധാന കാരണം. കേട്ടുകൂടാതിരിക്കണമെങ്കിൽ നല്ല ശുദ്ധമായ നെയ്യ് ഉപയോഗിക്കണം ശബരിമലയിൽ. ആ നെയ്ക്കകത്ത് എന്ത് നെയ്യാണ് കൊണ്ട് കലർത്തിയിരിക്കുന്നത്? വല്ല മൃഗക്കൊഴുപ്പാണോ? തിരുപ്പതിയിലെ ആരോപണം പോലെ മൃഗക്കൊഴുപ്പുകളാണ്. വെട്ട് നെയ്യ് എന്നൊക്കെ പറയത്തില്ലേ, മൃഗങ്ങളിൽ നിന്നെടുക്കുന്ന അതുവല്ലതുമാണ് അമ്മരടിച്ച് കയറ്റിയിരിക്കുന്നത്. അതുപോലെ ശർക്കര, അയ്യപ്പദാസൻ അറിയാവുന്നറിഞ്ഞല്ല, കഴിഞ്ഞ ഒരു നാൾ മുമ്പ് വലിയ വിവാദം ഉണ്ടായതാണ്. 1 കൊല്ലം 2 കൊല്ലം 5 കൊല്ലത്തേക്ക് ഒന്നിച്ച് ശർക്കര ഇഞ്ഞ് മേടിക്കും. ശർക്കര മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലോ ക്വാളിറ്റി, അതായത് മനുഷ്യന് ഉപയോഗിക്കാൻ കൊള്ളരാത്ത ശർക്കര വരെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടി ഒലിക്കുകയായിരുന്നു, ചാക്കിൽ പൊട്ടി ഒലിച്ച് ചീഞ്ഞളിഞ്ഞു മാറുകയായിരുന്നു. അത് ലോഡോടുകൂടിയാണ് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുകയായിരുന്നു. ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഇതിന്റെ നടുക്കെങ്ങാണ്ട് കൊണ്ടുവന്ന് കുഴിച്ചിടുകയായിരുന്നു. കാരണം ഇതിന്റെ മറ്റ് സ്മെല്ലുകളെ മറ്റെന്തോ ഇതൊന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏലക്കയുടെ കാര്യം പറയുകയും വേണ്ട. ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിനകത്ത് വരുന്നതാണ് ഏലക്ക. ഏലക്കായ്ക്കകത്ത് വിഷമടിച്ച ഏലക്ക, അതിന് ലാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വന്നത് വിഷം അതിനകത്തിലെ. പിന്നെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അന്നവർ ചെയ്തായിരിക്കാം, പക്ഷെ അത്തരം കണ്ടന്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് തെളിഞ്ഞത്. ഇതാണ് ശബരിമലയിലെ അവസ്ഥ. ഇതിനൊന്നും ഇവർക്കാർക്കും ഒരു മടിയുമില്ല, ചെയ്യുന്നതിന് യാതൊരു മടിയുള്ള ആളുകളല്ല. എങ്ങനെയെങ്കിലും കൊള്ള ലാഭം. ഇപ്പൊ അയ്യപ്പദാസ് സൂചിപ്പിച്ച നെയ്ക്കച്ചവടം എന്ന് പറഞ്ഞാല് ലക്ഷങ്ങളുടെയോ കോടികളുടെയോ കച്ചവടമാണ് തിരുമറിയാണ് നടന്നിരിക്കുന്നത്. നമ്മൾ മൃഗക്കൊഴുപ്പ് തിന്നു, ഒരു പക്ഷേ അതായിരിക്കാം. നമ്മൾ വലിയ പവിത്രമായിട്ട് നമ്മൾ കുറച്ചൊക്കെ 1-2 ടിന്നൊക്കെ മേടിക്കാറുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും അന്യസംസ്ഥാനം മറ്റതുപോലെയുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ മേടിക്കുന്നത് കണ്ടിട്ടില്ലേ? 10, 15, 20, 10, 50, ചിലപ്പോൾ 50, 100 വരെയാണ് ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു കുടുംബത്തിലേക്കോ അല്ലെങ്കിൽ ശാഖകൾക്ക് വേണ്ടി കൊടുക്കുന്നതിനായിട്ട് അവർ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇവരൊക്കെ എന്തുവാ കഴിച്ചിരിക്കുന്നത്? ശബരിമലയിൽ ആടിയ നെയ്യത്ത് തന്നെയാണോ കൊണ്ടുപോയിരിക്കുന്നത്? അല്ലെങ്കിൽ അവിടുത്തെ അതിചാർത്ത പ്രസാദമാണോ കൊണ്ടുപോയിരിക്കുന്നത്? ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് കാര്യങ്ങൾ ഇത് വന്നിരിക്കുന്നത്. ഇപ്പൊ ക്ഷീരവികസന ഡയറക്ടറുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ മിൽമയുടെ ഏറ്റവും പരിശുദ്ധമായ നെയ്യും പാലും തരുന്ന നമ്മുടെ സ്ഥാപനമാണല്ലോ. അവരുടെ തിരുവനന്തപുരം യൂണിറ്റിൽ നിന്ന് ശബരിമലയിലേക്ക് പിന്നെ ഇതിനായിട്ട് കൊണ്ടുവന്ന നെയ്യാണ്. എന്തായാലും
നമ്മുടെ മിൽമ ഒരു കാരണവശാലും അത്തരത്തിലുള്ള മറിമായം അതിനകത്ത് നടത്തുമെന്ന് നമുക്ക് ഒരു കാരണവശാലും വിശ്വസിക്കാനൊക്കെ വെച്ചാൽ ഒരിക്കലും ഒരു ചെയ്യുകയില്ല. നമ്മുടെ പിന്നെ പറഞ്ഞില്ല, പിന്നെ മറ്റെല്ലാ എലമെന്റ്സും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് കൊടുത്തയക്കുന്നതിൽ അവർ അത്തരം കാര്യം വളരെ ശ്രദ്ധാലുക്കളായിരുന്നു, ആയിരിക്കും. ആ കാര്യത്തിൽ തർക്കവുമില്ല അത്തരം കാര്യം. പക്ഷെ ആ ലോഡ്, എത്ര ലോഡാ വന്നിരിക്കുന്നത് അല്ലേ? അത്രയും ലക്ഷം പിന്നെ നെയ്യാണ്, കിലോ നെയ്യാണ് ഇവരെ ഇടയ്ക്ക് മറിക്കുക. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിലേക്ക് ഇടയ്ക്കാണ് ഈ നെയ്യ് മറിച്ചിരിക്കുന്നത്. അത് ലോറിയോടുകൂടിയാണോ അടിച്ചു മാറ്റിയിരിക്കുന്നത്, അതോ ഇനിയും അതിനകത്ത് കയറിയിട്ട് വേറെ കൃത്രിമ പാക്കറ്റുകൾ കയറ്റി വെക്കുക, പാട്ടകൾ കയറ്റി വെക്കുകയാണോ ചെയ്തിരിക്കുന്നത്? എന്താ അവിടെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട ജില്ലയിൽ എത്തുന്നതിന് മുമ്പ്, പത്തനംതിട്ട ജില്ലയിലാണല്ലോ ശബരിമല നിൽക്കുന്നത്, പത്തനംതിട്ട ജില്ലയിൽ എത്തുന്നതിന് മുമ്പ് ഈ മിൽമയിൽ നിന്ന് കൊടുത്തയച്ച ഒറിജിനൽ പരിശുദ്ധമായ നെയ്യ് മാറിയിരിക്കുന്നു. അത് മാറ്റിമറിച്ചിട്ട് ഈ വ്യാജ നെയ്യ് അതിനകത്ത് കലർത്തിയിരിക്കുന്നു എന്നാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഡയറക്ടറുടെ കണ്ടെത്തൽ. അതിനുള്ള സാഹചര്യം ഒരുങ്ങിയെന്ന് പറയുന്നത് മിൽമയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിനകത്ത് ഇടഞ്ഞു വന്നിരിക്കുന്നത്. അയാളും ദേവസ്വം ബോർഡിലെ തന്നെ സംശയിക്കുന്ന കുറച്ച് ഉദ്യോഗസ്ഥന്മാരും മിൽമയുടെ തിരുവനന്തപുരം മേഖലാ യൂണിറ്റും പ്രതിക്കൂട്ടി വരുന്നുണ്ട് ഇതിനകത്തിൽ. ഈ ഡയറക്ടർ റിപ്പോർട്ടിൽ പറയുന്നത് അവരുടെ കൂടെ മൗനാനുവാദമില്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു തിരിമറി നടക്കാൻ സാധ്യമല്ലെന്നാണ്. അപ്പൊ കാരണം അവിടെ ഉണ്ടാക്കിയത് പ്രിപ്പയർ ചെയ്തപ്പോഴല്ല പ്രശ്നം വരുന്നത്, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഘട്ടത്തില് എന്തെങ്കിലും തിരിമറി ഉണ്ടായി കാണുമെന്നുള്ളതാണ്. അതിന് 2-3 കാരണങ്ങൾ ഡയറക്ടർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാന ചുമതലക്കാരൻ എന്ന് പറയുന്ന ഷൈൻ ജോസഫ് മിൽമയുടെ പത്തനംതിട്ട യൂണിറ്റ് തലവനാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് മേഖലാ യൂണിറ്റിലെ തിരുവനന്തപുരത്തോടെ പട്ടത്തുള്ള പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ മാനേജരുമാണ്. നോക്കണം, ഒരു കുമ്പിടിയാ ഈ പറയുന്ന ഷൈൻ ജോസഫ് എന്ന് പറയുന്ന കുമ്പിടിയാണ്. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതായത് ഇവിടുന്ന് ഓർഡർ കൊടുക്കുക, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഓർഡർ കൊടുക്കുക, അത് അവിടെ സ്വീകരിക്കേണ്ട റിസീവിങ് എൻഡിലും ഇയാൾ തന്നെയാണ്. നോക്കുക, ഒറിജിനേറ്റിംഗ് എൻഡിലും ഇയാൾ തന്നെയാണ്, ഒറിജിനേറ്റ് ചെയ്യുന്ന എൻഡിലും ഇയാൾ ഭാഗത്തും ഇയാളാണ് അവിടെ സ്വീകരിക്കേണ്ടത്. അത് ഇയാളുടെ കത്ത് ഇയാൾ തന്നെ തിരുവനന്തപുരത്ത് പോയി സ്വീകരിക്കുക. അങ്ങനെയാണ് ഇതിനകത്ത് തിരിമറിയുടെ ആദ്യത്തെ ഘട്ടം നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാരണമായിട്ട് അവർ കാണുന്നത്, ഇപ്പൊ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ടെൻഡറുകൾക്കും നമ്മൾ ഈ ടെൻഡറാണ് വേണ്ടത്, ഈ ടെൻഡറിൽ കൂടെ വേണം അത് ചെയ്യാനെന്നുള്ളതാണ്. ഇവിടെ അങ്ങനല്ല, ഇവിടെ സീൽഡ് കൊട്ടേഷനാണ് സംഭവിച്ചിരിക്കുന്നത്. മുദ്ര വെച്ച കവറിൽ കൊട്ടേഷൻ, അതൊരു പഴയ സമ്പ്രദായമാണ്. ഇത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നെയ്യാണ്. ഒരു കിലോ നെയ്യുടെ വില നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പൊ എത്ര കോടിയുടെ ലക്ഷം രൂപയുടെ നെയ്യാണ് എത്തി വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് ഈ ടെൻഡർ വേണം. അപ്പൊ എന്ത് ചെയ്തു ഈ ബുദ്ധിമാൻ? ഈ ടെൻഡർ അങ്ങ് ഒഴിവാക്കി സീൽഡ് കൊട്ടേഷൻ ആക്കി. അപ്പൊ സാധാരണഗതിയിൽ അവിടെ നിന്ന് വരുന്ന നെയ്ക്ക് മിനിമം തുക വെച്ചാണെങ്കിൽ ഒരു 60 രൂപ 65 രൂപ വില വരുമെന്നാണ് പറയുന്നത്. ആ ഒരു കൊട്ടേഷൻ എടുത്തെങ്കിൽ മാത്രമേ ഇത് മുതലാകത്തുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിൽ എത്തിക്കുന്ന കോൺട്രാക്ടർക്ക് അത് മുതലാകുകയുള്ളൂ. പക്ഷേ ഈ ക്ഷീരവികസന ഡയറക്ടർ കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? ഇത് പിടിച്ച ആളിന് 18 രൂപയ്ക്കാണ് ഇയാൾ കോട്ട് ചെയ്തിരിക്കുന്നത്. ടെൻഡർ പിടിച്ച ആളെ കോട്ട് ചെയ്തിരിക്കുന്നത് 65 രൂപ മിനിമം വേണ്ടിടത്ത് 18 രൂപയ്ക്ക് തന്നേക്കുന്നെന്ന് പറയുക. അപ്പോൾ തന്നെ സംശയിക്കേണ്ടതല്ലേ? അത് സംശയിക്കേണ്ടതല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. അതായത് അതിന്റെ 4 പോലും തുകയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരുന്നു? അവര് പറയുമ്പോൾ ശരി, ടെൻഡർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴേ ഒരാൾ 18 രൂപയാണ് കോട്ട് ചെയ്തിട്ടുള്ളൂ, എന്നാ പിന്നെ അവനെ കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇപ്പൊ പരിശോധിച്ചപ്പോഴാണ് അത് മനസ്സിലായത്, ഇയാൾക്കെതിരും വേറെയും ചില കരാറുകളിലും ഇയാൾ കാലങ്ങളായിട്ട് ഈ മഹാനാണ് പല ടെൻഡറുകളും അവിടെ പിടിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കള്ളനെ തപ്പിയത്. ഒരു പക്ഷെങ്കിലും വലിയ മേഖലാ യൂണിയനുമായിട്ട്, തിരുവനന്തപുരം മേഖലാ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടാവും. തീർച്ചയായിട്ടും അത് ഉണ്ടാവും. ഈ പ്രദേശം അതിന്റെ ഒരു സൂചനയാണ് ഇപ്പൊ അതിനെ. എന്നാലും അവരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. യൂണിയനെ മേഖലാ യൂണിയനെ, തിരുവനന്തപുരം മേഖലാ യൂണിയനെ പിരിച്ചുവിട്ടിട്ടുണ്ട് സർക്കാർ. അന്വേഷണം വരുമ്പോഴാണ് ഈ മാതിരി എന്തെല്ലാം എത്ര കാലമായിട്ട് ഇത് നടന്നു എന്നുള്ളത്. അല്ല സാറ് നമ്മുടെ സംസാര മധ്യേ സാറ് പറഞ്ഞു പോയതുപോലെ റിസീവിംഗ് എൻഡിലും അപേക്ഷ അയക്കുന്നതും എല്ലാം ഒരേ ഉദ്യോഗസ്ഥൻ. അതാണ് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത.
ഒന്ന് ആലോചിച്ച് നോക്കുക. തന്നെയാണ് അതാണ് ഞാൻ ദിവസം കുമ്പിടി എന്ന് പറഞ്ഞത്. നമ്മൾ സിനിമയ്ക്കകത്ത് ജഗതി കാണിക്കുന്നില്ല, അവിടെ ചെന്നാലും ഉണ്ട് ഇവിടെ ചെന്നാലും ഉണ്ട്. ഈ രണ്ട് എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ ആള് തന്നെയാണ്. അതെ. അപ്പൊ അതാണ് അതിന്റെ ഒരു വലിയ തട്ടിപ്പിന്റെ കളവ്. ഇത് എത്ര കാലമായിട്ട് തുടരുന്നുണ്ട്, അതാണ് നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. അപ്പൊ നമ്മുടേതടക്കം മലയാളികളടക്കം അന്യ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ആളുകള് ശബരിമലയിൽ ആടിയ നെയ്യ് എന്തായിരുന്നു? അവരെ ഭക്തജന ശബരിമലയിൽ സത്യത്തിൽ നെയ്യുടെ ആവശ്യമില്ല, നമ്മൾ പുറത്തുനിന്ന് നെയ്യ് മേടിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം എന്തുമാത്രം നെയ്യാണ് ശബരിമലയിൽ വരുന്നതെന്ന് അറിയാമോ? ഇപ്പൊ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു നെയ്ത്തേങ്ങ ഉണ്ട്, മലയാളികളാണ് മിനിമത്തിൽ കൊണ്ടുപോകുന്നത്. ഒരു നെയ്ത്തേങ്ങ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ അഭിഷേകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും, ചിലപ്പോൾ നമ്മൾ നെയ്ത്തോണി പൊട്ടിച്ചൊഴിക്കും അല്ലെ? ആ നാളികേരം പൊട്ടിച്ച് നെയ്ത്തോണിൽ ഒഴിക്കും, നാളികേരം എടുത്തിട്ട് അവിടുത്തെ ആഴിയില് ഇതിനകത്ത് ഇടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത്. പക്ഷെ തമിഴ്നാട്ടുകാർ അങ്ങനെയല്ല വരുന്നത്. തമിഴ്നാടിന്റെ ഒരു നാളുകളെ കണ്ടിട്ടുണ്ടോ? ഒരു കുടുംബത്തിലെ ഓരോരുത്തരുടെയും പേരിൽ നെയ്ത്തേങ്ങ അവരുടെ ഉണ്ടാവും. ഇതെല്ലാം കൂടെ അവർ വലിയൊരു പാത്രത്തില് അത് എത്ര കിലോ വരുമെന്ന് എനിക്ക് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും രണ്ടും പേരും താങ്ങി പിടിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്, അഭിഷേകത്തിന് അവർ കൊണ്ടുപോകുന്നത്. ആന്ധ്രയിൽ നിന്ന് വരുന്നവർ സമൃദ്ധമാണല്ലോ, പാലും ഇത് ക്ഷീരം വികസന വകുപ്പിന്റെ ഏറ്റവും വലിയ മികച്ച പ്രവർത്തനങ്ങളും ഏറ്റവും കൂടുതൽ കന്നുകാലി വളർത്തലുമുള്ള സംസ്ഥാനങ്ങളാണ് ഇതെല്ലാം. അവിടുന്നൊക്കെ എത്ര കിലോ നെയ്യാണ് കയറി വരുന്നത്? അതൊക്കെയാണ് ഇവിടെ ഭഗവാൻ അവർ സമർപ്പിക്കുന്നത്. അവിടുത്തെ ശബരിമല നെയ്യഭിഷേകം ഇപ്പൊ അറിയാവുന്ന പോലെയാണ്, മണിക്കൂറുകൾ നെയ്യാണ്. പക്ഷെ കൊണ്ടുവരുന്നതിന്റെ മുഴുവൻ അംശമൊന്നും അവിടെ നെയ്യ് അഭിഷേകത്തിന് പറ്റുന്നില്ല, നെയ്യഭിഷേകം നടത്താൻ പറ്റുകയില്ല. കാരണം വെച്ചാൽ ചൂടാകും, പിന്നെ വിഗ്രഹം ചൂടാകും, വലിയ ചൂടും ഒക്കെ വരുന്നത് കൊണ്ട് ഒരു പരിധി കൂടുതൽ അപ്പുറത്തേക്ക് അത് പോകാനൊക്കത്തില്ല. ബാക്കി നെയ്യെല്ലാം അവിടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഈ ആടിയ ശിഷ്ട നെയ്യ് എന്ന് പറയുന്നത്. ഭഗവാൻ ആടിയ ശേഷം വരുന്ന നെയ്യ് അതിനകത്തിൽ തന്നെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത്രയേറെ എമൗണ്ട് ഉണ്ട്, അത്രയേറെ അളവിലുണ്ട് ഈ നെയ്യ് എന്ന് പറയുന്നത്. ഈ ആടിയ ശിഷ്ട നെയ്ക്കട്ടെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ശബരിമലയിൽ ഇത്രയും വലിയ അന്വേഷണങ്ങളും കേസുകളും നടക്കുന്നതിനിടയിൽ തന്നെ ഈ ആടിയ ശിഷ്ട നെയ്യ് മറിച്ച് വിൽപ്പനയാണ് അവിടെ. അതിനകത്ത് തന്നെ ഒരുത്ത 45 ലക്ഷം രൂപയുടെ നെയ്യാണ് മറിച്ച് വിട്ടിരിക്കുന്നത്. കാരണം അത്ര ഡിമാൻഡാണ് ഇവിടെ. ഭഗവാൻ ആടിയ ശേഷം വരുന്ന നെയ്യില് ഒരു അംശം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ ഡിമാൻഡാണ് അവിടെ. ഇഷ്ടം പോലും ഉണ്ട് അവിടെ നെയ്യ്, ഇഷ്ടം പോലെ നെയ്യ് വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് ഇവിടുത്തെ നെയ്യ് തന്നെ മതിയാകും, ധാരാളം മതിയാകും. അപ്പൊ വലിയ ആസൂത്രിതമായ തട്ടിപ്പാണ്. അതേപോലെ തന്നെ ശർക്കരയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതെ, പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ശർക്കരയുടെ കാര്യത്തിൽ തന്നെയാണ് ഇപ്പൊ ദാസേ നമ്മൾ പറഞ്ഞില്ലേ, ചില സമയത്ത് അവിടുത്തെ ഈ ഇവരുണ്ടാക്കി വെക്കുന്ന ശബരിമലയിലെ നമ്മൾ വിശുദ്ധമാണ്, നമ്മളിതെല്ലാം വാങ്ങിക്കും, എല്ലാവരും അത് കഴിക്കും. പക്ഷെ ചില സമയത്ത് അപ്പമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പറയുന്നതിന് എനിക്ക് വലിയ ലജ്ജയുണ്ട്, എനിക്ക് വലിയ വിഷമമുണ്ട് അത് പറയുന്നത്. ചില സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ കല്ലിന് സമാനമാണ് അപ്പം എന്നൊക്കെ പറയുന്നത്. ശരിയാണ്. ഒരു മയവും അതിനുണ്ടാകത്തില്ല. അതുപോലെ അരവണയൊക്കെ ചില സമയത്ത് എടുത്ത് നോക്കുക, അരവണയുടെ കളറൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഈ പ്രദേശത്തെ. തീർച്ചയായിട്ടും സാർ, നമ്മൾ പറയുന്ന പോലെ വിഷമം കൊണ്ടാണെങ്കിലും പറഞ്ഞു പോവുകയാണ്. ഇതൊക്കെ ആയിരിക്കും ഇവരവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ടെൻഡർ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളല്ല, 2, 3, 4 വർഷത്തേക്കൊന്നും പറഞ്ഞ് ഒന്നിച്ച് ബൾക്ക് പർച്ചേസ് ആണ് ഇവരുടെ. അങ്ങനെയാണ് ഇതൊരു കച്ചവടം നടക്കുന്നത് ഇവിടെ. അങ്ങനെ കോട്ട് ചെയ്യും. അത് തന്നെ ഏറ്റവും വില കുറഞ്ഞത് നിലവാരമില്ലാത്തത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതുമായ സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവരും. അതാണ് ഞാൻ ശർക്കരയുടെ അവസ്ഥ പറഞ്ഞത്. ഒരിക്കൽ പൊട്ടി അളിഞ്ഞ് അവിടെ മുഴുവൻ വല്ലാത്ത ഈച്ചയും ദുർഗന്ധവും ഒക്കെ ആയ ശേഷമാണ് ഇതെല്ലാം വലിച്ചു വാരിക്കൊണ്ട് പോയത്. അതിന്റെ പേരിൽ ആരുടെയും പേര് നടപടിയെടുത്തെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഒരു അറിവിൽ ആരുടെയും പേര് നടപടിയെടുത്തായിട്ട് അറിയത്തില്ല. ശബരിമലയിലെ ഏറ്റവും വലിയ ഭാഗ്യം അത് തന്നെയാണ്. ഇവരുടെ ഈ തട്ടിപ്പ് വീരന്മാരുടെ ഏറ്റവും വലിയ ഒരു സൗകര്യം ഇത് തന്നെയാണ്. ഒരു നടപടി ഉണ്ടാകത്തില്ല. കുറച്ചൊക്കെ അന്വേഷണങ്ങളെന്ന് ബഹളങ്ങളെന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കും. കാരണം എല്ലാവരും ഇതിന്റെ പങ്കാളികളാണ്. ആരെ ശിക്ഷിക്കാനാണ്? ഏതായാലും സാർ നമ്മള് ഇത് മുഖ്യധാര മാധ്യമങ്ങളിലൂടെ ഈ വാർത്തയൊക്കെ നമ്മൾ അറിയുമ്പോൾ ശരിക്കും ഒരു സാധാരണ ഭക്തന് ഞെട്ടൽ ഉളവാകുന്നുണ്ട്. ഇതിപ്പോ സാറ് പറയുന്ന പോലെ ഒരു ചെറിയ അഗ്രം മാത്രമായിരിക്കാം. സാർ ഇപ്പോൾ അടുത്ത് നിന്ന് ഒരുപാട് വാർത്തകൾ അവിടെ നിന്ന് ചെയ്തിട്ടുള്ള ഒരാളും കൂടെയാണ്. അപ്പോൾ ഇത് ഒരു വലിയ മലയുടെ ഒരു അവസാന അഗ്രമായിരിക്കാം ഈ തട്ടിപ്പ്. പക്ഷേ സാർ, ഓരോ തട്ടിപ്പ് പുറത്തു വരുമ്പോഴും നമ്മൾ സാധാരണ ഭക്തൻ നെഞ്ചിൽ കൈവച്ച് ചോദിച്ചു പോവുകയാണ്, എന്നാലും ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നല്ലോ എന്ന കാര്യം. അല്ല സാർ, ഞാൻ സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. സാറിന് എന്ത് തോന്നുന്നു? അതുകൂടെ പറഞ്ഞോളൂ. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.
അത് നമ്മൾ പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ തിരുപ്പതി നോക്കുക അയ്യപ്പദാസെ. തിരുപ്പതിയിൽ അവിടെ നേരത്തെ ആന്ധ്രാപ്രദേശിന്റെ കാലത്ത് ഉണ്ടായിരുന്ന സർക്കാർ, ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്ത് ഉണ്ടായിരുന്ന സർക്കാരിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിലെ പിന്നെ അവിടുത്തെ ലഡ്ഡുവും പ്രസാദവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പ് നെയ്യ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. നമ്മൾ വെട്ടുനെയ്യോ മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ഉണ്ടാകുമ്പോൾ വലിയ ആരോപണമായിരുന്നു. പക്ഷെ ചന്ദ്രബാബു നായിഡു അധികാരത്തിൽ വന്നപ്പോ എന്ത് ചെയ്തു? അത് ED കൊണ്ട് അന്വേഷിപ്പിച്ചു. പോലീസിന്റെ ഏതായാലും SIT ഏതായാലും സാർ ഏതായാലും നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ K മുരളീധരനാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനാണ്. എന്തായാലും ഇതിനെല്ലാം ഒരു അന്വേഷണം അദ്ദേഹം കൂടെ ഇടപെട്ട് നടത്തുമെന്ന് നമുക്കൊരു ശുഭാപ്തി വിശ്വാസം വെക്കാം. സാർ, തുടർന്നും മറ്റു വിഷയങ്ങളുമായി നമുക്ക് ഇരിക്കാം. നന്ദി. താങ്ക് യു സാർ.